അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JEE 2021 ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ചോദ്യവുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. There are two infinitely long straight current carrying conductors and they are held at right angles to each other so that their common ends meets at the origin as shown in the figure given below. The ratio of current in both conductors is 1:1. The net magnetic field at the point P is. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറയാണ് നമുക്ക് രണ്ട് സെമി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ കണ്ടക്ടർ ഇതിനെ നമുക്ക് 1 എന്നും ഈ കണ്ടക്ടറിന് നമുക്ക് 2 എന്നും പേര് കൊടുക്കാം. ഈ 1 എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് നമുക്കറിയാം, അത് ഈ ഒറിജിനലാണ്. 2 എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെയും ഒരു എൻഡ് അറിയാം, അത് ഒറിജിനലാണ്. പക്ഷേ ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെയും അതർ എൻഡ്സ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇൻഫിനിറ്റിയിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി ഇൻഫൈനൈറ്റ് കണ്ടക്ടർ. അപ്പോൾ ഈ രണ്ട് സെമി ഇൻഫൈനൈറ്റ് കണ്ടക്ടേഴ്സ് കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യം കാണുമ്പോൾ എന്തോ വലിയ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുമെങ്കിലും ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി സെക്കൻഡ് കണ്ടക്ടർ. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കണ്ടക്ടർ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിലെ തമ്പിൻ്റെ ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ കേർവ്ഡ് ആയിട്ടുള്ള ഫിംഗേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ഫസ്റ്റ് കണ്ടക്ടറിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. സോ നമ്മൾ ആ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുന്നു. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എൻ്റെ ഫിംഗേഴ്സ് ബോർഡിനുള്ളിലേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദി പ്ലെയിൻ. അതുപോലെ സെക്കൻഡ് കണ്ടക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ കേർവ്ഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ ടു ദി ബോർഡാണ്. സോ അവിടെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദി പ്ലെയിൻ. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളും ഇൻ ടു ദി പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് സിംപ്ലി അവർ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സെമി ഇൻഫൈനൈറ്റ് വയർ അതിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെമി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വയറാണ്. അപ്പോൾ ഈ വയർ ഒരു കറണ്ടിനെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയറിൻ്റെ ഒരു എൻഡ് ഇൻഫിനിറ്റിയിലാണുള്ളത്, മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ ഈ വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എൻഡും ഈ പി എന്ന് പറയുന്ന പോയിന്റും കണക്ട് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഈ ലൈൻ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ1. ഈ ലൈൻ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ1. ഈ കണ്ടക്ടറിൻ്റെ അതർ എൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ് ഉള്ളത്. സോ നമുക്ക് തീറ്റ എത്രയാണെന്ന് പറഞ്ഞാൽ θ2 എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ടായിരിക്കും എടുക്കുക? 90 ഡിഗ്രി ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സെമി ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് കാരണം പ്രൊഡ്യൂസ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഫോർമുലയാണ് μ0I/4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2. അപ്പോൾ ഇവിടെ θ1 ഉണ്ട്, θ2 എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. സോ ബി ഇസ് ഈക്വൽ ടു μ0I/4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് ഒരു സെമി ഇൻഫൈനൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ കണ്ടക്ടറും നമ്മുടെ പോയിന്റും തമ്മിലുള്ള അകലമാണ് x. രണ്ടാമത്തെ കണ്ടക്ടറും പോയിന്റും തമ്മിലുള്ള അകലമാണ് y.
അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻസും എക്സ് ആണ്, ഇത് വൈ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈസിയാണ്. പറഞ്ഞോളൂ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് കണ്ടക്ടർ പറയാമല്ലോ. μ0I/4πr. ആറിന് പകരം ഫസ്റ്റ് കണ്ടക്ടറും പോയിന്റുമായിട്ടുള്ള അകലം എക്സ് ആണ് ഇൻറ്റു പറഞ്ഞോളൂ സൈൻ തീറ്റ. ഫസ്റ്റ് കണ്ടക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2 ആണ്. സൈൻ θ2 പ്ലസ് 1 പ്ലസ് μ0I/ സെക്കൻഡ് കണ്ടക്ടറിൻ്റെ എഴുതാണ്. μ0I/4π. സെക്കൻഡ് കണ്ടക്ടറും പോയിന്റുമായിട്ടുള്ള അകലം y ആണ് ഇൻറ്റു സൈൻ സെക്കൻഡ് കണ്ടക്ടർ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ആണ്. സൈൻ θ1 പ്ലസ് 1. പിന്നെ നമുക്ക് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് സൈൻ θ1ഉം സൈൻ θ2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സൈൻ θ1 sin theta is equal to opposite side by hypotenuse. അപ്പോൾ sin θ1 is equal to x divided by root of x square plus y square. Similarly, sin theta is equal to opposite side by hypotenuse. So sin θ2 is equal to opposite side is y divided by hypotenuse root of x square plus y square. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ നമ്മൾ നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ μ0I/4πx ഇൻറ്റു സൈൻ θ2ന് പകരം y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 പ്ലസ് μ0I/4πy ഇൻറ്റു സൈൻ θ1ന് പകരം x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ആൻസർ ഓപ്ഷൻസിലും μ0I/4π ടേമിനെ കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ നമ്മൾ μ0I/4π ടേമിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് μ0I/4π ഇൻറ്റു കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 പ്ലസ് x divided by y into root of x square plus y square plus 1/y എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ പക്ഷേ ഇതുപോലത്തെ ഒരു ആൻസർ ഓപ്ഷൻസിൽ ഇല്ല. അപ്പോൾ ഓപ്ഷൻസിലെല്ലാം പൈയുടെ കൂടെ 4πയുടെ കൂടെ xy മുകളിൽ അല്ലെങ്കിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ 4π അടിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ μ0I/4πxy എന്ന് എഴുതണമെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാ ടേമിനെ എന്ത് ചെയ്യണം? xy കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ xy കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് y സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1/x ഉണ്ട് അല്ലേ. അപ്പോൾ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എനിക്ക് y എന്നാണ്. ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് μ0I ഡിവൈഡഡ് ബൈ 4πxy ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിലുള്ള ടേമും താഴെയുള്ള ടേമും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ മുകളിൽ നമുക്ക് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ μ0I/4xy ഇൻറ്റു റൂട്ടിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് xy. ദാറ്റ്സ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി.